പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ട്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. ഇത് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറംവശമാണ്. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഏലിയൻ്റെ കൂടാരം പോലെയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായി ഏതൊരാൾക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. എയർപോർട്ടിൻ്റെ അകത്തേക്കാണ് ഞാനിപ്പോൾ കയറാൻ പോകുന്നത്. നല്ല ഭംഗിയായി തന്നെ ലൈറ്റിങ്ങും മറ്റുമെല്ലാം ചെയ്തു വെച്ച് എയർപോർട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഓഗസ്റ്റ് അവസാനമാണ് ഞാനിപ്പോൾ ഈ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നത്. എൻ്റെ ഈ യാത്ര ഒരു വിദേശ രാജ്യത്തേക്കാണ്. വിദേശ രാജ്യം എന്ന് പറയുമ്പോൾ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഏതൊരു മലയാളി ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു ഭൂഖണ്ഡത്തിലേക്കാണ് ശരിക്കും പോകുന്നത്. ഇവിടെ ഫ്ലൈറ്റ് ഇൻഫർമേഷനും അതെല്ലാം കാണിച്ചു വച്ചിരിക്കുന്നു. ഞാൻ പതുക്കെ ഉള്ളിലേക്ക് നടക്കുമ്പോൾ ബാംഗ്ലൂർ ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സും മറ്റുമെല്ലാം ഇവിടെയുണ്ട്. ഇവിടെ പച്ചപ്പിനെ കൊണ്ട് വളരെ നന്നായി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു എയർപോർട്ടാണ് ശരിക്കും ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞാനിവിടുത്തെ ഡൊമസ്റ്റിക് ടെർമിനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ടെർമിനലിലേക്ക് ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ചെറിയ വെള്ളച്ചാട്ടവും ഇതെല്ലാം കൂടി വെച്ച് ഒരു രസകരമായൊരു എയർപോർട്ടാണ് ശരിക്കും ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അങ്ങനെ ഞാനിവിടുത്തെ ചിത്രീകരണമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാൾക്ക് എയർപോർട്ടിനുള്ളിൽ കയറിയാൽ തന്നെ അത്യാവശ്യം നന്നായി ചിത്രീകരിക്കാൻ തന്നെ മാത്രം കുറച്ചുണ്ട് ഈ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. ഞാനങ്ങനെ ഇവിടുത്തെ ലോഞ്ചിലേക്ക് ആണ് ആദ്യം പോകുന്നത്. ഇതാണ് ബിസിനസ് ക്ലാസ് ലോഞ്ച്. നല്ല ഭംഗിയോട് തന്നെ ഈ ലോഞ്ച് ഒരുക്കി വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു മലയാളിയും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഭൂഖണ്ഡം. അതെ, ഞാൻ പോകുന്നത് യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിലേക്കാണ്. ഇനിയുള്ളൊരു 30 നാൾ ഞാൻ ആ ഭൂഖണ്ഡത്തിലായിരിക്കും. ഞാൻ പോകുന്നത് ആദ്യം വളരെ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. ഇതെല്ലാമാണ് ഇവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങൾ. നമുക്ക് യഥേഷ്ടം എടുക്കാം, കഴിക്കാം. ആളുകൾ ഇവിടെ ഇഷ്ടം പോലെ വരുന്നു, ഭക്ഷണമെല്ലാം എടുക്കുന്നു, കഴിക്കുന്നു. ഞാൻ ആദ്യമായി പോകുന്ന യൂറോപ്യൻ രാജ്യം. ഞാൻ ആ രാജ്യത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ അവിടുത്തെ തലസ്ഥാനവും അതിന് തൊട്ട് കിടക്കുന്ന അയൽ സംസ്ഥാനവും വളരെ അധികം ഫുട്ബോളിൽ പ്രാധാന്യമുള്ള സ്ഥലമാണ്. യൂറോപ്പ് പൊതുവേ ഫുട്ബോളിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയുള്ള സ്ഥലമാണ്. എങ്കിലും ഈ രണ്ട് സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഈ രണ്ട് സ്ഥലങ്ങൾ രണ്ട് കളിക്കാരെ കൊണ്ട് വളരെയധികം പേരുകേട്ട സ്ഥലങ്ങളാണ്. ആ രണ്ട് കളിക്കാരാരെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്ന് മെസ്സി, മറ്റൊന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ. അതെ, ഞാൻ പോകുന്നത് ആദ്യം സ്പെയിൻ എന്ന് പറയുന്ന മനോഹരമായ ആ രാജ്യത്തേക്കാണ്. ഫ്രാൻസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ആൾക്കാർ യാത്ര ചെയ്യാൻ കൊതിക്കുന്നൊരു സ്ഥലം സ്പെയിനാണ്. അതും അവിടുത്തെ ബാഴ്സലോണയിലേക്കാണ് ആദ്യം ഞാൻ പോകുന്നത്. മെസ്സി എന്ന കളിക്കാരൻ ഒരു സംസ്ഥാനത്തെ മുഴുവൻ എടുത്തു പൊക്കി, അല്ലെങ്കിൽ സംസ്ഥാനത്തെ മുഴുവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യമാക്കിയത് ആ ഒരു ബാഴ്സലോണ എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനമാണ്. ഞാൻ ഇവിടുന്ന് പോകുന്നത് ലുഫ്താൻസ എന്ന് പറയുന്ന ഫ്ലൈറ്റിലാണ്.